നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വീടും ഭാഗ്യചിഹ്നങ്ങളും എന്ന വിഷയമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. മുൻപ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിരുന്നു. നിരവധിയായിട്ടുള്ള ആളുകളുടെ സംശയങ്ങളുടെ ഒരു ഉത്തരം കൂടിയാണ് ഇന്നത്തെ വീഡിയോ. പലർക്കും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യങ്ങൾ ഉണ്ടാകും. നമുക്ക് വീട് ഐശ്വര്യപ്രദമാക്കുവാൻ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടുവരുവാൻ വീട്ടിൽ വെക്കാവുന്ന ചില ഭാഗ്യചിഹ്നങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമുക്ക് ഭാഗ്യം കൊണ്ടുവരാനായിട്ട് നിരവധിയായിട്ടുള്ള ചിഹ്നങ്ങൾ നമ്മുടെ ഭാരതീയമായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സംഖ്യായന്ത്രങ്ങൾ, ഐശ്വര്യം തരുന്ന ശ്രീയന്ത്രം പോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള യന്ത്രങ്ങൾ ഇവയൊക്കെ ഉണ്ട്. എന്നാൽ ലളിതമായിട്ട് ചെയ്യാവുന്ന, അവരവർക്ക് പോലും വരച്ച് ചെയ്യാവുന്ന സംഖ്യായന്ത്രങ്ങളും ചിഹ്നങ്ങളും നമുക്ക് ഭാഗ്യവർദ്ധനവിനായിട്ട് നമ്മുടെ വീട്ടിൽ വെക്കാവുന്നതാണ്. അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീട്ടിനുള്ളിലേക്ക് അനുകൂല ഊർജം കിടക്കുന്നത് പ്രധാന വാതിലിൽ കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളെ പ്രയോജനപ്പെടുത്താവുന്നത് പ്രധാന വാതിലിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രധാന വാതിലിൽ സ്വസ്തിക, ത്രിശൂലം, പ്രണവചിഹ്നം എന്നിവ ലോഹത്തിലോ കാർഡ്ബോർഡിലോ ഒക്കെ വരച്ചോ വെട്ടിയൊട്ടിച്ചോ ഏതു തരത്തിലും വേണമെങ്കിലും നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചുള്ള രീതിയിൽ അത് സ്ഥാപിക്കുക വഴി നമുക്ക് അതിന്റെ അനുകൂല ഊർജം ലഭിക്കുന്നതാണ്. വാതിൽ എല്ലായ്പ്പോഴും അകത്തേക്ക് തുറക്കുന്ന രീതിയിലായിരിക്കണം ഘടിപ്പിക്കണം എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അനുകൂല ഊർജം ലഭിക്കുന്നതിന് ഇത്തരത്തിലുള്ള സ്റ്റിക്കറുകൾ നമുക്ക് പതിപ്പിക്കാം. സാധാരണക്കാർക്ക് പേപ്പറിൽ അവരവർ തന്നെ വരച്ചെടുത്തതായാലും നല്ല ഭംഗിയുള്ള രീതിയിൽ അത് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവേശന കവാടത്തിന് അരികിൽ തുളസി, അരുത, ഓറഞ്ച് തുടങ്ങിയ സസ്യങ്ങൾ വളർത്തുന്നത് വളരെ ഐശ്വര്യത്തെ നൽകും. കൂടാതെ നല്ലവണ്ണം പുഷ്പിക്കുന്ന മനോഹരങ്ങളായിട്ടുള്ള ചെടികളും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതാണ്, ഭാഗ്യത്തെ നൽകും. എന്നാൽ ബോൺസായി ചെടികൾ, കള്ളിമുൾ ചെടികൾ, നമ്മുടെ കാലാവസ്ഥയ്ക്ക് വിപരീതമായിട്ടുള്ള ഊഷരഭൂമികളിൽ വളരുന്ന മറ്റു സസ്യങ്ങൾ ഇവയൊക്കെ വാതിലിനടുത്തായിട്ട് ഒഴിവാക്കേണ്ടതാണ്. പ്രധാനമായിട്ടും സ്വസ്തിക, ത്രിശൂലം, പ്രണവം, ഗണപതിയുടെ ചിത്രങ്ങൾ ഇവയൊക്കെയാണ് ഏറ്റവും ഭാഗ്യം തരുന്ന രൂപങ്ങൾ. കൂടാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന, അവരവർക്ക് തന്നെ വരച്ച് എഴുതി വയ്ക്കാവുന്ന സംഖ്യായന്ത്രങ്ങളുമുണ്ട്. വരച്ചെഴുതി അതൊക്കെ ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങിച്ച് നമ്മുടെ പ്രധാന വാതിലിനോട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമാണ്. അതിൽ 2 സംഖ്യായന്ത്രങ്ങളാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. അത് രണ്ടും ചിത്രരൂപത്തിൽ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. 3 തുടങ്ങി 90 അവസാനിക്കുന്ന സംഖ്യായന്ത്രം വീടിന് പുറത്തും, 61, 653 തുടങ്ങുന്ന വലിയ സംഖ്യകളുള്ള സംഖ്യായന്ത്രം വീടിന് അകത്തുമാണ് വെക്കേണ്ടത്. അത് സ്വീകരണ മുറിയിലാണ് വെക്കേണ്ടത്. ഫ്രെയിം ചെയ്ത് വെക്കുമ്പോൾ കൂടുതൽ അനുകൂലപ്രദമാണ്. ദീർഘനാൾ അത് ഇരിക്കുകയും ചെയ്യും. ആദ്യത്തെ യന്ത്രം വീടിനെ ക്ഷുദ്ര ആഭിചാരങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. എല്ലാ തരത്തിലുമുള്ള വിപരീത ഊർജങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. രണ്ടാമത്തെ യന്ത്രമാകട്ടെ കുടുംബാംഗങ്ങൾക്കിടയിൽ ഐശ്വര്യവും സമാധാനവും സഹവർത്തിത്വവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ്. ഈ 2 യന്ത്രങ്ങളും ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊടുത്തു പൂജിക്കുകയാണെങ്കിൽ വളരെ ഗുണപ്രദമാണ്. അല്ലാത്ത പക്ഷം ഭദ്രകാളി ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ട് പൂജാമുറിയിൽ നെയ്വിളക്ക് കൊളുത്തി ഭദ്രകാളി മന്ത്രങ്ങൾ ചൊല്ലിയതിനു ശേഷം പുഷ്പാർച്ചന നടത്തി അവരവർക്ക് തന്നെ ഈ യന്ത്രങ്ങൾ അവരവരുടെ വീടിന്റെ വാതിലിന് വെളിയിലും അകത്ത് സ്വീകരണ മുറിയിലുമായിട്ട് സ്ഥാപിക്കാവുന്നതാണ്. ഇനി സ്ക്രീനിൽ വരുന്ന യന്ത്രങ്ങൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കി അത് എഴുതി സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് യന്ത്രം ചെയ്യേണ്ട രീതിയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.